ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച വർഷമായിരുന്നു 2024. ലോകഗതി നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അമേരിക്കയിലടക്കം ഭരണം മാറി. ഇസ്രായേലിന്റെ ഇടപെടലുകൾ പശ്ചിമേഷ്യയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. പാശ്ചാത്യ ശക്തികളുടെ എതിർപ്പും ഉപരോധവും നേരിടുന്ന റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അപകടകരമാവിധം മെച്ചപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങിവരവ് വർഷത്തിലെ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളിലൊന്നായി. അമേരിക്കയിൽ 127 വർഷങ്ങൾക്ക് ശേഷമാണ് തോറ്റ പ്രസിഡന്റ് വീണ്ടും ജയിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനവും ഇറാൻ ദുർബലമായതും ഹിസ്ബുള്ളയുടെ തകർച്ചയും സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ പതനവും ഈ വർഷത്തെ പ്രധാന സംഭവങ്ങളായി. 2024 കടന്നു പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ അധ്യായങ്ങൾ അവസാനിക്കുന്നതിനും പുതിയവ ആരംഭിക്കുന്നതിനും രാജ്യം സാക്ഷിയായി. നൂറ്റാണ്ടുകൾ നീണ്ട തർക്കത്തിനും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾക്കും മുതലെടുപ്പുകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് 2024 ജനുവരി 22 നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി. മദ്യനയ അഴിമതി കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് അടക്കം ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിട്ട ആഘാതത്തിൽ ശോഭ കുറഞ്ഞെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. പ്രിയങ്ക ഗാന്ധി വയനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3 പേരും പാർലമെന്റിലെത്തിയത് ഈ വർഷമാണ്. സർക്കാരിനെയും സുരക്ഷാ സേനകളെയും നോക്കുകുത്തികളാക്കി 2024 അവസാനം മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. പാർലമെന്റിൽ മണിപ്പൂരിനെ പറ്റി ഒരക്ഷരം പോലും പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. കൊൽക്കത്തയിൽ RG കാർ മെഡിക്കൽ കോളേജിൽ 2024 ഓഗസ്റ്റ് 9 അർദ്ധരാത്രിയിൽ 31 വയസ്സുള്ള ജൂനിയർ ഡോക്ടറെ ജോലിക്കിടെ സിവിൽ വോളണ്ടിയറായ സഞ്ജയ് റോയ് ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതും ഈ വർഷമാണ്. അങ്ങനെ രാമക്ഷേത്രം മുതൽ പാർലമെന്റിന് പുറത്തെ കയ്യാങ്കളി വരെ നീളുന്നു ഈ വർഷത്തെ സംഭവങ്ങൾ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രാജ്യത്തെ ആഗോള വ്യവസായ നെറുകയിലെത്തിച്ച രത്തൻ ടാറ്റ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ, അക്ഷരനഭസിലെ സൂര്യശോഭ, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളെ നഷ്ടമായ വർഷം കൂടിയാണ് 2024. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തഫലങ്ങൾ കേരളം അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇക്കുറി വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും കോഴിക്കോട്ടെ വിലങ്ങാടും കേരളം കണ്ടറിഞ്ഞിട്ടില്ലാത്ത ദുരന്തങ്ങളാണ് അരങ്ങേറിയത്. 2018 പ്രളയത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു ഇത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇനിയും കരകയറിയിട്ടില്ല. ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറിയോടെ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ സമാനതകളില്ലാത്തതായിരുന്നു. 72 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അർജുന്റെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരത്ത് ആമയെഴുചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനവും കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയെങ്കിലും ജോയിയെ രക്ഷിക്കാനായില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് വൻ കോലാഹലങ്ങൾക്ക് വഴിതെളിച്ചു. നിരവധി പ്രമുഖർക്കെതിരെ വെളിപ്പെടുത്തലുകളുണ്ടായി. പ്രശസ്ത താരങ്ങളായ സിദ്ദിഖിനും മുകേഷിനും സംവിധായകനായ രഞ്ജിത്തിനുമെല്ലാം എതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനവും സിദ്ദിഖിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലെ തകർപ്പൻ വിജയം UDF പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. LDF പ്രാതിനിധ്യം ആലത്തൂരിലൊതുങ്ങി. തൃശൂരിൽ വൻ വിജയം നേടിക്കൊണ്ട് സുരേഷ് ഗോപി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗം എന്ന റെക്കോർഡ് കൂടിയാണ് സുരേഷ് ഗോപി സ്വന്തമാക്കിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. CPMന്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ രാജിയിൽ വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും CPM ഇപ്പോഴും ദിവ്യയ്ക്കൊപ്പമെന്ന ആക്ഷേപത്തിന് ദിവസങ്ങൾ കഴിയുന്തോറും ശക്തിയേറുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം SFIയെ പ്രതിക്കൂട്ടിലാക്കി. മുനമ്പത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് 600-ലേറെ കുടുംബങ്ങൾക്കുണ്ടായ ആശങ്കകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കെത്തി. കത്തോലിക്ക സഭ ഉൾപ്പെടെ വിവിധ മത സമുദായ സംഘടനകൾ ഈ കുടുംബങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സമര പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നു. പാവപ്പെട്ട ഈ കുടുംബങ്ങളെ കുടിയിറക്കാൻ പാടില്ലെന്ന കാര്യത്തിൽ കേരളത്തിൽ ഏകാഭിപ്രായം ഉണ്ടായി എന്നത് കേരളത്തിന്റെ പ്രത്യേകതയായി അഭിമാനിക്കാം.